ഗുഡ് മോർണിംഗ്. നമ്മളൊരു കർത്താവിൻ്റെ അക്സെപ്റ്റൻസ് മാത്രം പോരാ, അപ്രൂവലും. ഇപ്പോൾ കർത്താവ് നമ്മൾ എപ്പോഴാണ് അപ്രൂവ് ചെയ്യുന്നത്? കർത്താവ് എപ്പോഴാണ് യഥാർത്ഥമായിട്ട് സന്തോഷിക്കുക? ട്രാൻസ്ഫോംഡ് ലൈഫ്സ്, അല്ലെങ്കിൽ രൂപാന്തരമുണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ. പല ആൾക്കാരും പറയാറുണ്ട്, സൺഡേ പോയി ഒരു വർഷിപ്പ് കഴിയുമ്പോൾ എന്തൊരു സന്തോഷം. എന്നുവെച്ചാൽ വർഷിപ്പ് എന്നവർ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞാൽ നല്ല ഹെവി മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈറ്റിങ്, ആ ഉള്ളൊരു ആംബിയൻസ്. കുറേ ഒന്ന് തുള്ളുന്നു, കരയുന്നു, അലറി വിളിക്കുന്നു, ബഹളം വെക്കുന്നു, കർത്താവ് വാസമായിട്ട് നമ്മൾ സ്വർഗത്തിലാണെന്ന് അങ്ങ് സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ ആ വർഷിപ്പ് ലീഡേഴ്സ് അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു മാനസാന്തരത്തിനും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വേണ്ടാത്ത ചിന്തകളെ കഴുകണമെന്നും യേശുവിൻ്റെ രക്തത്തിൻ്റെ ആപ്ലിക്കേഷൻ നടക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണമെന്നോ ഒന്നും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണമെന്ന് പറയും. എന്തിനാണെന്നറിയോ? കൂടുതൽ തുള്ളാൻ, കൂടുതൽ ഡാൻസ് ചെയ്യാൻ. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ചില വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ലജ്ജ തോന്നും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദാസന്മാർ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കഴിക്കുന്ന പോലെ തൊഴിക്കുമ്പോൾ ആൾക്കാർ വട്ടം കറങ്ങി താഴെ വീഴുന്നു, എന്നിട്ട് എഴുന്നേറ്റ് ഓടുന്നു. കഴിഞ്ഞ ദിവസം കണ്ട് സിംഹം അലറുന്ന പോലെ കുറേ പേർ അലറുന്നു. അതിനെ ആ ദൈവദാസൻ പ്രോത്സാഹിപ്പിക്കുന്നു. പലരും അലറാൻ ശ്രമിക്കുന്നു. കാരണം അലർന്നവർക്കൊരു അംഗീകാരം ഉണ്ടെന്ന് അവരുടെ വിചാരം. അത് അവിടെ മാത്രം കേട്ടോ. ഇതെവിടെയാണ് ഒരു ബൈബിളിലുള്ള ഒരു പ്രൂഫ് എന്ന് കാണിക്കാം? ഇങ്ങനൊരു ശുശ്രൂഷ കർത്താവ് ആരെ കൊണ്ടല്ല അലറിച്ചോ? നിങ്ങളിലിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം, അതുകൊണ്ട് സിംഹം അലറുന്ന പോലെ അലറാൻ പറഞ്ഞു. അതിൻ്റെ മിമിക്രിയാണ്. സിംഹം ഏറ്റവും നല്ലതായിട്ട് അലറുന്നവർക്ക് മാർക്ക് കൂടുതൽ. കർത്താവ് അങ്ങനെ ചെയ്തു. എവിടെയെങ്കിലും കാണിച്ചു, ഏതെങ്കിലും ഗിമിക്സ് കാണിച്ചു കർത്താവ്. ആരെങ്കിലും വട്ടം കറക്കിയോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടുകൊണ്ട് ഫുട്ബോൾ തൊഴിക്കുന്നവരെ തൊഴിച്ചിട്ട് ആരെല്ലാം എടുത്ത് മറിച്ച് കളഞ്ഞോ? ഇതൊക്കെ എവിടുന്ന് വന്ന് കയറിയതാണ്? നല്ല തിരിച്ചറിയുന്നു കേട്ടോ. യഥാർത്ഥമായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അവിടെ ദൈവവചനം വളരെ ശക്തമായിട്ട് ടീച്ച് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ആ റോൾ എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഒരു വ്യാജ അത്ഭുതങ്ങളുമില്ല, അടയാളങ്ങളുമില്ല, ഒരു ക്രിയേറ്റഡ് അറ്റ്മോസ്ഫിയറും ഇല്ല. ഒരു മസാലയും വളരെ ശ്രദ്ധിച്ചോ. എവിടെയെല്ലാം മസാലയുണ്ട്? മസാല എന്ന് പറയുന്നത് മ്യൂസിക്കാണ്, ലൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ മോഡുലേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്നാ പറഞ്ഞേ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യം. നമുക്ക് ഈ പാട്ട് പാടി കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റായിരുന്നു. ഇതിന് ഭയങ്കര, ഞാൻ മമ്മിയുടെയൊക്കെ, എൻ്റെ അമ്മ പറയുന്ന മമ്മിയുടെ ലാംഗ്വേജാണ്. ഈ അച്ഛൻ്റെ കുർബാന കേട്ടാൽ ഭയങ്കര അനുതാപം ഉണ്ടാവും. ആ അച്ഛൻ്റെ കുർബാനയ്ക്ക് അനുതാപം ഉണ്ടാകണമെങ്കിൽ ഓർത്തണം, അത് നമ്മളെ ഒരു വികാരമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധമാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള അനുതാപം തരേണ്ടത്. അത് നമ്മളൊരു ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞതിനകത്ത് ഞാൻ സമ്മതിക്കാം. ചില ആൾക്കാരുടെ ശുശ്രൂഷ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാനസാന്തരം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലീഡിങ്ങോടുകൂടി, ഒരു അഭിഷേകത്തോടുകൂടി അവർ ശുശ്രൂഷിക്കുമ്പോഴാണ്. പക്ഷെ കുർബാന ചൊല്ലുമ്പം അതൊരു നമുക്കറിയാം, നമുക്കൊരു കുർബാനയ്ക്ക് ഒരു ക്രമമുണ്ട്, ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിലാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ അത് തിരിച്ചറിയുന്നത്. എന്നൊക്കെ സ്കൂളിൽ പറയാൻ കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ മുറിവേൽക്കും, വേദനയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഡിസേൺ ചെയ്യണം വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് ഇമിറ്റേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ വിലയേറിയ സാധനങ്ങൾക്കാണ്, അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് ഇമിറ്റേഷൻസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫേക്ക് നോട്ട്സ് അല്ലെങ്കിൽ കള്ളനോട്ട് ഉണ്ടാകുന്നത്? അത് മണിക്ക് വാല്യൂ ഉള്ളൂ. എന്തുകൊണ്ടാണ് സ്വർണത്തിനകത്ത് ഈ ചെമ്പ് ചേർക്കുന്നത്? തനി സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനത്രയും വിലയുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഭയങ്കര പ്രഷ്യസാണ്. അപ്പം അതിനൊത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിലൊന്നും വീണു പോലെ. ഓക്കെ, അപ്പോൾ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറയാൻ നമ്മുടെ പേര് കർത്താവിൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളം കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് നമ്മൾ നശിച്ചു പോവാതെ, നമ്മുടെ നിത്യത നശിച്ചു പോവാതെ, തൻ്റെ കൂടെ, തൻ്റെ മൂത്ത പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൂടെ താനിരിക്കുന്ന സ്ഥലത്ത് നമ്മളും ആയിരിക്കേണ്ടതിനാണ് പിതാവായ ദൈവം. പിതാവായ ദൈവം നമ്മളും ചുമ്മാ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കില്ല കേട്ടോ. പിതാവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു. സ്വന്തം പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു.
അതിനുശേഷമാണ് സ്വന്തം പുത്രനായ യേശുവിനെ പോലും നമുക്ക് വേണ്ടി യാഗമാക്കി തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഇത് രണ്ട് കാര്യങ്ങളും നമ്മുടെ രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. കാരണം മനുഷ്യന് രക്ഷപ്പെടാനുള്ള ശക്തിയില്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള ശക്തിയില്ല. നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ പെട്ട് കിടന്നവരാണ്. നമ്മളെ രക്ഷിക്കാനായിട്ട് ഒന്ന് തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും ഒക്കെ നമ്മളെ ശുദ്ധീകരിക്കണമായിരുന്നു. പാപത്തിൻ്റെ മറുപടിയായിട്ട് യേശു ക്രിസ്തുവിനെ തന്നു, മാറ്റിവെച്ചില്ല. അല്ല എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞില്ല. രണ്ട്, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. എന്തിനാ? സഹായിക്കാൻ, നമ്മളെ വഴി നടത്താൻ, നമ്മളെ കൈ പിടിച്ച്. അതായത് വലിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം, വലിയ ഭയങ്കരമായിട്ട് ആൾ കൂടുന്ന, ലക്ഷക്കണക്കിന് ആൾ കൂടുന്ന ഒരു ഗ്രൗണ്ടിൽ നമ്മൾ കൊച്ചു കുഞ്ഞുമായിട്ട്, ഒരു 3 വയസ്സുള്ള 2 വയസ്സുള്ള കുഞ്ഞുമായിട്ട് പോകുമ്പോൾ നമ്മൾ അവൻ്റെ കയ്യെന്ന് വിടും. അവൻ്റെ കയ്യെ നമ്മൾ മുറുകെ പിടിക്കും. അവന് ചിലപ്പോൾ പല ആഗ്രഹങ്ങൾ കാണും. അവിടെ ഒരു കട കാണുമ്പോൾ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് മേടിക്കണം, ടോയ്സ് കാണുമ്പോൾ അങ്ങോട്ട് പോകാം. അവൻ നമ്മളെ വലിക്കും. പക്ഷെ അവനെ നമ്മൾ തന്നെ വിടും. തന്നെ വിട്ട് കഴിഞ്ഞാൽ അവൻ അപകടത്തിൽ പോയി ചാടും. അവന് ഹി വിൽ ബി ലോസ്റ്റ്. അപ്പം നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ സമ്മതിക്കും. അല്ല, അവൻ്റെ നിർബന്ധം വിട്ടുകളയും, വിടത്തില്ല, മുറുകെ പിടിക്കും. അവന് ദേഷ്യമോ കരയും, അവൻ പണം ഇതൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് ഈ ലോകത്തിൻ്റെ അട്രാക്ഷൻസിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ സൂക്ഷിക്കാനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളെ സന്തോഷിക്കാൻ അനുവദിക്കാതിരിക്കാനോ, അല്ല നമ്മളെ ചുമ്മാതെ ശിക്ഷിക്കാനോ, ചുമ്മാതെ കുറ്റം കണ്ടുപിടിക്കാനോ, ചുമ്മാതെ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കാനൊന്നുമല്ല. പിതാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മൾ പിശാചിൻ്റെ കെണിയിൽ പെടാതെ ഈ ലോകത്ത് ജയകരമായിട്ട് ജീവിച്ച് പിതാവിൻ്റെ കൂടെ, പുത്രൻ്റെ കൂടെ നമ്മളും ആയിരിക്കണം. ഒറ്റ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഈ വചനവും പരിശുദ്ധാത്മാവിനെല്ലാം തന്നിരിക്കുന്നത്. അതിനെ അങ്ങനെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ, ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല, അല്ലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ.